അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും തിങ്കൾ നിലാവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്ന വലിയൊരു സൗഭാഗ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള കാലമാണ്. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമിൻ്റെ ആയുസ് എന്ന് പറയുന്നത് പരമാവധി 60-70 വയസ്സ് വരെയാണ്. അപ്പൊ ഈ ഒരു കാലയളവിനിടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുള്ള എല്ലാവിധ ഫർളായ കാര്യങ്ങളും, അത് നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സകാത്ത് ആവട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. എന്നാൽ അതിനു പുറമെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ താല്പര്യമുള്ള സുന്നത്തായ കർമ്മങ്ങൾ കൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതും പതിവായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വ ഇൻ ഖല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അത് നമ്മൾ നിത്യമായി ചെയ്യുന്ന അമലുകളാണ്. അത് എത്ര കുറവാണെങ്കിലും ശരി, നിത്യമായി ഒരു അമലുകൾ ചെയ്താൽ, അതായത് സ്ഥിരമായിട്ട് നമ്മൾ നമ്മുടെ തഹജ്ജുദ് നിസ്കാരം സ്ഥിരമായി നിസ്കരിക്കുക, ഒരു മുടക്കം വരാതെ, അല്ലെങ്കിൽ ളുഹാ നിസ്കരിക്കുക. അതിന് ഒരുപാട് റക്അത്തുകൾ, തഹജ്ജുദൊന്നും ഒരുപാട് പരിധിയില്ലാത്ത റക്അത്തുകൾ നിസ്കരിക്കൽ ജായിസാണ്. പക്ഷെ ഒരു ലിമിറ്റ് ഇല്ലാതെ നിസ്കരിച്ചിട്ട് പിന്നെ അടുത്ത ദിവസത്തേക്ക് നമുക്ക് അതിനൊരു ക്ഷീണം ബാധിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള നിസ്കാരമല്ല നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ താല്പര്യപ്പെടുന്നത്. നിത്യമായി ചെയ്യുന്ന എത്ര കുറവാണെങ്കിലും, നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യനാണ്, ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. അപ്പോൾ നിത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട ഒരു വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. പല മേഖലകളിലും പല തരത്തിലും നമുക്ക് സുന്നത്തായ കാര്യങ്ങളും ഫർളായ കാര്യങ്ങളും ഉണ്ട്. ഇതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ താല്പര്യപ്പെടുന്നതും കൂടുതൽ ഇഷ്ടം വെക്കുന്നതും തൻ്റെ അടിമക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ കൂടുതൽ പ്രേരകവുമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, അത് നമ്മുടെ അമലുകൾ അത് പതിവായി ചെയ്യുക എന്നുള്ളതാണ്. വല്ലാതെ കൂടുതലാക്കിക്കൊണ്ട് നമുക്ക് തന്നെ പിന്നീട് അതൊരു മുഷിപ്പാകുന്ന തരത്തിലുള്ള അമലുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അള്ളാഹു കബൂലാക്കുന്ന രീതിയിൽ നമ്മുടെ ഇബാദത്തുകളൊക്കെ പൂർത്തീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.